കാരണം വണ്ടി എടുക്കാൻ എളുപ്പം, ഇത് കൊണ്ടു നടക്കാനാണ് പാട്. മേയ്ക്കാൻ ഭയങ്കര പാടാ. ഇതിന്റെ ഓക്കല് നോക്കിയേ. ഏതൊരു ഫീൽഡിലും കാണും ഒരു ഈ ഡെറ്റോളിൻ്റെ പരസ്യത്തിനകത്ത് കണ്ടില്ലേ, എല്ലാ 99% ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കാണും 1-2 സാധനങ്ങൾ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ബാലൻസ് റാഡ് കയറ്റിയിട്ടുണ്ട്. അതെവിടെ കൊണ്ടാണ് കട്ടപ്പന വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. അതിന്റെ ഒരു കംഫർട്ട് ഉണ്ടത് അടിപൊളിയാണ്. ഇപ്പോഴും ഷെയ്ക്കിങ് നിന്നിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് കിടക്കാച്ചി വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2 ദിവസം മുമ്പ് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേര് മെൻഷൻ ചെയ്തത് ഈ വണ്ടിയുടെ വീഡിയോ എടുക്കണം എന്നാണ്. അങ്ങനെ നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ എറണാകുളത്ത് വന്നിരിക്കുകയാണ്. അടിപൊളിയായിട്ട് എറണാകുളം സ്റ്റൈലിൽ നമ്മളൊരു കിടക്കാച്ചി, അത് വളരെ ബേസിക് ആയിട്ട് എന്നാൽ എറണാകുളം സ്റ്റൈലിൽ ഏറ്റവും നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ബ്രോയുടെ പേരെന്താണ്, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. എത്ര നാളായി ഒരു ഓട്ടോ ഫീൽഡിലേക്ക് വന്നിട്ട്? 15 കൊല്ലമായി. അപ്പം എങ്ങനെ വന്നാലും ഇപ്പോൾ ഒരു നിലവിൽ ഒരു 10-35 വയസ്സ് കാണും. 35 വയസ്സ് കാണാം. അപ്പോൾ 15 കൊല്ലമായിട്ട് ഓട്ടോ ഫീൽഡിൽ തന്നെ. എങ്ങനെയുണ്ട് ഒരു ഓട്ടോ ഫീൽഡിലേക്ക് പുതിയൊരാൾ, എന്നെപ്പോലൊരു പുതിയൊരാൾ, ഞാനൊരു പുതിയൊരാളാണല്ലോ, ഓട്ടോ ഫീൽഡിലേക്ക് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് തരം താഴ്ത്തലൊക്കെ ഉണ്ടാവും, നോക്കിയിട്ട് കാര്യമില്ല. നമ്മ ജോലി ഏതൊരു ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഏതൊന്നും തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം. സാധാരണ വണ്ടിപ്പണി തൊണ്ടിപ്പണിയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മ മര്യാദക്ക് അതിന്റെ രീതിയിൽ അങ്ങനെ പോയാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ പോവാം. ഏറ്റവും സുഖമുള്ള പണിയല്ലേ, എന്താ ഒരു ഇതുള്ളത്. അതെ, നമ്മളാരും ഭരിക്കാനൊന്നുമില്ല, നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. നമ്മ വണ്ടി എടുത്ത് പോവാ പക്ക രീതിയിൽ, അതിൻ്റെതായ രീതിയിൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ അങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോവാ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇനിയൊരു പുതിയൊരു ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ അവരോട് എന്താ ഒരു ഇതായിട്ട് പറയാനുള്ളത്? ഇപ്പോഴത്തെ വണ്ടി പഴയ പോലുള്ള വണ്ടിയുടെ അത്ര ക്വാളിറ്റി ഒന്നും കിട്ടുമൊന്നുമില്ല. അത് ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, കൂട്ടുകാരന്മാർക്കൊക്കെ ഉള്ള അനുഭവം വെച്ചിട്ട് പറയാം. പഴയ ആ ഒരു ക്വാളിറ്റിയും ബോഡി ക്വാളിറ്റി ആയാലും എഞ്ചിൻ ക്വാളിറ്റി ആയാലും ഓരോ തലമുറ വരുമ്പോൾ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് വണ്ടിക്കും മാറ്റങ്ങൾ വന്നിട്ട് സെൻസർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ കംപ്ലൈന്റുകളും കാര്യങ്ങളും ഉണ്ട് വണ്ടിക്ക്. വണ്ടി എടുക്കുമ്പോൾ ഇത്തിരി നോക്കിയും കണ്ടും വണ്ടി എടുക്കാം. പെട്ടെന്ന് പോയി വണ്ടി എടുക്കാതിരിക്കുക, ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് വണ്ടി എടുക്കുക. കാരണം വണ്ടി എടുക്കാൻ എളുപ്പം, ഇത് കൊണ്ടു നടക്കാനാണ് പാട്. മേയ്ക്കാൻ ഭയങ്കര പാടാ. ചിലപ്പോൾ ആദ്യമായിട്ട് സംരംഭം എടുക്കണവൻ തുടക്കം ഓട്ടോ എന്നായിരിക്കും തുടങ്ങണേ, എന്തെങ്കിലും ആദ്യമായിട്ട് തുടങ്ങണായിരിക്കും. പക്ഷെ അതോടുകൂടി മടുത്തു പോകാനുള്ള. സീരിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓട്ടോ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഇപ്പൊ ഞാൻ പറയണെങ്കിൽ പ്രോ വീഡിയോ എടുക്കുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് കച്ചവടം പോകേണ്ട വണ്ടിയാണ്. ഇത് വണ്ടി എനിക്ക് സഹി കെട്ടുന്ന വെച്ചാൽ സഹി അങ്ങേപ്പുറം സഹി കെട്ടിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി പോയതാ. നമ്മുടെ ഒരു മെക്കാനിക്ക് ഒരു പുള്ളി ഉള്ളവരോട് പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ച്, കാരണം A-Z പണി ചെയ്ത് ഞാൻ വെച്ചേക്കണ വണ്ടി എടുക്കാൻ വന്നവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എടുത്തോണ്ട് ഒരു സ്ഥലത്തോട്ട് വണ്ടി കൊണ്ടിട്ട് വണ്ടി അഴിച്ച് പറിച്ച് കിടത്ത് മൊത്തം എടുത്തിട്ട് എഞ്ചിൻ ഭാഗം തുടങ്ങി മൊത്തം ഭാഗങ്ങൾ കാര്യങ്ങൾ. എഞ്ചിൻ അഴിച്ചെന്നല്ലേ പറയണ, ഒരു മെക്കാനിക്ക് വന്നിട്ട് നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അമ്മമാര് രീതിക്ക് നോക്കി അവനെല്ലാം നോക്കിയിട്ട് വന്നിട്ട് ഞാൻ പറയുന്നതിനും മേലെ എന്താ പറയണത്, ഒരു 10 രൂപ താത്തിയാണ് ഇപ്പൊ വണ്ടി നിൽക്കണം. ഞാൻ 3,50,000 രൂപ മാർക്കറ്റ് പ്ലേസിൽ ഇട്ട വണ്ടിയാ. 3,40,000 രൂപ പറഞ്ഞിട്ട് ഞാനിപ്പോ ഇത് കൊടുക്കാത്തതിന്റെ കാരണം നമ്മുടെ മെക്കാനിക്ക് അത്രയും ഗ്യാരണ്ടി പറഞ്ഞതുകൊണ്ട് മാത്രം. ഞാൻ അതാ പറഞ്ഞത്, ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയണത്, വണ്ടിയാണ് പണി വരും, നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു മനസ്സും മടുത്തു പോകുന്ന ഒരു ടൈം വരും. എപ്പോഴും വണ്ടി വർഷോപ്പിൽ കയറി എടുക്കുന്നത് നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാരണം അതിന്റെ ഇടയ്ക്ക് CC കൂടെ ഉണ്ടെങ്കിൽ പൊളിയോ. ഇത് CC ഇല്ലാത്തതുകൊണ്ട് ഞാനത് പിടിച്ചു നിൽക്കണം, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ കൊണ്ടേ കൊടുത്തുള്ള സമയം കഴിഞ്ഞു. പിന്നെ അത്രയ്ക്ക് നല്ല ഓട്ടം വേണം. നമുക്ക് മാന്യമായ രീതിയിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പൊ കൂടുതലും നമ്മുടെ ഇവിടുത്തെ എല്ലാവരും ആശ്രയിക്കുന്നത് യൂബറാണ്. അപ്പൊ യൂബറിൽ ഓട്ടവും കാര്യങ്ങള് ഉണ്ട്. അത്യാവശ്യം നമ്മ ഇത്തിരി കഷ്ടപ്പെട്ടാൽ നമുക്ക് ഓടിയെടുക്കാൻ പറ്റും. എന്റെ അല്ലേ. പക്ഷെ എന്താന്ന് വെച്ചാൽ യൂബറിൽ ഓടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ സ്റ്റാൻഡിൽ ഓടണേക്കാളും കിലോമീറ്റർ കൂടുതൽ ഓടും, വണ്ടിക്ക് അതിനനുസരിച്ച് മെയിൻ്റെനൻസ് വരും. നമുക്ക് അത് ഒരു വഴി കൂടി പൈസ കിട്ടുമ്പോൾ പോവും. അത് നോക്കരുത്. അങ്ങനെ നോക്കി നമുക്ക് ഏണിങ്സ് ഒക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പൈസയൊക്കെ പിന്നെ അത്യാവശ്യം ഓടാൻ പറ്റും. പക്ഷെ ആ രീതിയിൽ ഒരു പുതിയതായിട്ട് തുടങ്ങുന്നവന്റെ അടുത്ത് ഞാൻ പറയണത്, ഒരു 10 പേരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതിനകത്ത് 8 പേര് നെഗറ്റീവ് പറയുള്ളൂ. പക്ഷെ നമ്മ അത് അങ്ങോട്ട് വിട്ടുകളയരുത്. നമ്മ അതിൻ്റെതായ കാര്യങ്ങൾ നോക്കി പോവാ. ഇതിന്റെ ഇപ്പൊ ബ്രോ ആയിട്ട് നമുക്ക് പരിചയമുള്ള നമ്മ വന്നപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുപോലെ നമ്മ പറഞ്ഞു കൊടുക്കും. കാരണം നമ്മ ഇത് വന്ന ടൈമിൽ നമ്മളടുത്ത് കുറ്റം പറയാൻ 100 പേര് നമുക്ക് ആണെങ്കിലും നമുക്കിത് പോസിറ്റീവ് പറയാനായിട്ട് ഉണ്ടാകാറുണ്ട്. നമ്മളും അത് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കണേ. അത് അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. നമ്മ ഇപ്പൊ ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുനടക്കുമ്പോൾ എല്ലാരും പറയും,
ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ മടുപ്പാ, പെണ്ണ് പോലും കിട്ടത്തില്ല ഈ സംഭവം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ. ഇതിപ്പോ ഒരു 10 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് പെണ്ണ് കിട്ടാൻ പോകും. അതെ അതെ, സീരിയസ്ലി പറഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെയാണ് ബ്രോ. അതാണ് കാരണം എന്ന് വെച്ചാൽ ഓട്ടോക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരംതാന്ന രീതിയിലാണ് എല്ലാവരും കാണുന്നത്. അതാണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ്. എന്നെ പറയാനാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോക്കാര് പൊതുവെ അങ്ങനെ എല്ലാരും അങ്ങനെയാണെന്നൊന്നും പറയാം. പക്ഷെ ഉള്ളവരും ഉണ്ട് അല്ലേ, ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം ഉള്ളവന്മാരും ഉണ്ട്, ഇല്ലെന്നല്ല. ഇത് കൂട്ടത്തിലുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളവരെ കാരണം കൂടി നമുക്ക് നാണക്കേടാ. കാരണം എന്താ വെച്ചാൽ ചിലവരൊക്കെ എന്തു കൂലിയാ മേടിക്കണേ, ഉയ്യോ ചുമ്മാ അത് തൊട്ട് കഴിഞ്ഞാൽ 50, 60, 70, 100 രൂപയൊക്കെ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ കാരണമാണ് സാധാ ഓട്ടോക്കാരുടെ വില. കാരണം ഏതൊരു ഫീൽഡിലും കാണും ഒരു ഈ ഡെറ്റോളിൻ്റെ പരസ്യത്തിനകത്ത് കണ്ടില്ലേ, എല്ലാ 99% ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കാണും 1-2 സാധനങ്ങൾ. അത് മതി, അത് മൊത്തം അഴുക്കാകാൻ. കാരണം എന്താ വെച്ചാൽ ഇവിടെ പൊതുവേ സത്യം പറഞ്ഞാൽ എറണാകുളത്ത് വരുമ്പം സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം വിളിക്കാൻ ചിലവർക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ എന്നാ കൂലിയാണ് പറഞ്ഞതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും സ്വാഭാവികമായിട്ട് എല്ലാവരും ഊബറാണ് ബുക്ക് ചെയ്യുന്നത് അല്ലേ. ഊബർ ഓടുന്ന ഒരു ബ്രോ, ഊബർ ഇടയ്ക്കൊക്കെ ഓടാറുണ്ട്. ബ്രോയുടെ ഒരു ഊബറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു എറണാകുളം ഊബർ കൂടുതലും പ്രിഫർ ചെയ്യണത് അതിപ്പോൾ യാത്രക്കാരന് അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെല്ലാൻ പറ്റും. അതെ, പിന്നെ കൃത്യസമയത്ത് മറ്റോ ടാക്സി ഓടണേക്കാളും കൂടുതലായിട്ട് ഓട്ടോ ഓടിച്ചെല്ലും. ഏതൊരു ഇടവഴി കൂടിയും ഓട്ടോ കുത്തിക്കേരിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇടയിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം. രാവിലെ ഒരു 7 മണിക്ക് വണ്ടി ഓടാൻ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കയറുന്നത് 10 മണിയൊക്കെ ആവും. പക്ഷെ നമ്മൾ 10 മണി വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് വീട്ടിലോട്ടുള്ള കാര്യങ്ങൾ നടക്കണം, നമ്മുടെ കാര്യങ്ങളും വണ്ടിയുടെ കാര്യങ്ങളും നടക്കണം. സഹായിച്ച് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് പറയാൻ കുറെ പേര്, അയ്യോ നെഗറ്റീവ് പറയാൻ എന്തോരും അല്ലേ. നമ്മ നെഗറ്റീവ് നോക്കി നിന്നിട്ട് നമുക്ക് കാര്യമില്ല. ഇപ്പൊ ബ്രോ തന്നെ പറഞ്ഞു 30 രൂപയ്ക്ക് വേണ്ടി നമ്മ ഇത്ര പണിയേണ്ട കാര്യമുണ്ടോ? നമ്മ വേറൊന്നും ചിന്തിക്കണ്ട. നമ്മ ഒരു കള്ള കഞ്ചാവ കഴിക്കണില്ല, വണ്ടിയിലോട്ട്. അത് നമുക്ക് കാണാം, കണ്ണിനൊരു കുളിർമേ. വീഡിയോയുടെ പ്രശ്നമുണ്ട്, അത് പറയണില്ല. വീഡിയോയുടെ പ്രശ്നമുണ്ട്, അതൊന്നും നോക്കണ്ട. നമ്മ പറയുന്നത് കള്ളം കഞ്ചാവൊന്നുമില്ല. നമ്മ വണ്ടിയിലല്ലേ ഈ കാശും കാര്യങ്ങളൊക്കെ മുടക്കണത്. നമുക്കത് കാണാനുണ്ട്. നമ്മുടെ വീട്ടുകാർക്കായാലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മ വേറൊന്നും ചീത്ത രീതിയിലല്ലോ പോകുന്നത്. വണ്ടിയിലും എന്താ ചെയ്തത്, പൈസ ഇന്ന സാധനവും മേടിച്ചത്, അത് പറയണ്ടേ. എന്റെ വീട്ടിലും ഇതൊക്കെ കാണുമ്പോ പ്രശ്നങ്ങളാണ്. എല്ലാവരുടെ വീട്ടിലും ഞാൻ പറഞ്ഞില്ലേ, സബിനൊക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞ നിസാര വിലയാ. അതൊക്കെ തന്നെ പറയാം. ബില്ല് കണ്ടുപിടിക്കും അവര്. പിന്നെ ഒരു ഇതിൽ കണ്ടുപിടിക്കും. അത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അവർക്ക് ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാർ ഈ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോ അതിന്റേതായ ഫീൽ ഉണ്ടാവും. നമ്മുടെ അടുത്ത് പല യാത്രക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, ബ്രോ ഇത് എത്ര രൂപ, ഇത് ഇങ്ങനെ നല്ല സുഖമുണ്ടല്ലോ, ബാലൻസ് റാണിന്റെ കാര്യം എല്ലാം നല്ല റിവ്യൂ ഇഷ്ടം പോലെ പറയണ്ടേ. കൂടുതലും നമ്മുടെ നാട്ടുകാരല്ല പറയണം, പുറത്തുനിന്നുള്ളവർ വരുന്നവരാ. എന്റെ വണ്ടിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ വെളുപ്പിന് ഓടാനിറങ്ങിയപ്പോ ഭക്തിയാനിട്ടുണ്ടാ ഞാൻ പോയത് രാവിലെ. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് എടുത്തപ്പോ ടൈമില് നമ്മുടെ വണ്ടി കയറി ഫോറിനേഴ്സ്, ഫ്രഞ്ചുകാരാ. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അവര് നല്ല രീതിക്ക് റിവ്യൂ പറഞ്ഞിട്ടോ, എനിക്ക് നല്ലൊരു റിവ്യൂവും കിട്ടിയായിരുന്നു. നമുക്ക് അതൊക്കെ ഉള്ളൂ, നമുക്ക് പൈസ ഒന്നും കിട്ടണമെന്നില്ല. നമ്മിപ്പോ ചെയ്തേക്കണേലും ഒരാളെങ്കിലും കൊള്ളാട്ട ബ്രോ നല്ലതെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ. അതെ, നമ്മളാ ചെയ്തതിന് അതിനൊരു ഇതുണ്ടല്ലേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ അതില്ല. നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മ അത് നോക്കണ്ട, അത് അവിടെ കിടന്ന് പറഞ്ഞോളും. നമ്മ അത് നെവർ മൈൻഡ്. നമ്മ നമ്മുടെ പണിയെടുത്തിട്ട് അങ്ങോട്ട് പോവാ. നിങ്ങൾ നമ്മ ഇത്രയും കാണാം. നിങ്ങൾ തൃശ്ശൂരൊക്കെ വണ്ടി കണ്ട എന്ത് പറയും? അയ്യോ ഞാൻ ചെറുതൊക്കെ കാണോ എന്നതാ അത്. നമ്മ അതൊന്നും നോക്കണ്ട. അവിടെ 30 രൂപ കിട്ടത്തുള്ളൂ. എല്ലായിടത്തും 30 രൂപ പ്രോ കിട്ടുള്ളൂ. നമുക്ക് 30 രൂപ കിട്ടും. 30 രൂപയ്ക്ക് ഈ വണ്ടിയുടെ ഒരു 8 ബോൾട്ടും പോലും മേടിക്കാൻ കിട്ടത്തില്ല. സീരിയസ്ലി നമ്മ ഓരോ സ്വരുക്കൂട്ടി എടുത്ത് വെക്കണതാ. ഞാൻ തന്നെ കുടുക്കല് പൈസ കിട്ടെ ഈ വണ്ടിയുടെ സാധനങ്ങളൊക്കെ മേടിക്കണത്. നമ്മളെ കൊണ്ടല്ലാണ്ട് നമുക്ക് അന്നന്ന് ചെലവും കാര്യങ്ങളും കഴിഞ്ഞു നമ്മുടെ ഒന്നും ഉണ്ടാകത്തില്ല. ഒന്നും കിട്ടും. ഒരു ഫാമിലിയും കൂടെ തീർന്ന്. അപ്പൊ അതിന്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മ അതിന്റെ അകത്തൊരു കുടുക്കി ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് വർക്കിന് ഇത്ര രൂപ, ഒരു 100 വെച്ച് ഡെയിലി ഇട്ടേ. ആ ടൈം ആകുമ്പോൾ നമ്മ പലിശക്കാരടുത്ത് പോകണ്ട, സ്വർണ്ണം പണയം വെക്കാൻ പോകണ്ട. അതൊക്കെയാണ് കാര്യമാണിതാ. നമുക്ക് അതിന്റെ ഇടക്ക് എല്ലാവരും എന്റെ പോലെ ആവണമെന്നില്ല. ഓരോരുത്തരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വീട്ടുകാർ അത് അനുസരിച്ച് ആ പൈസ കൊടുക്കുമ്പോ അതിൽ നിന്ന് ആ ഒരു പൈസ അങ്ങോട്ട് പോകും. വിഷയവും കാര്യങ്ങളും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ദിവസം ഉടനെ 100 രൂപയുടെ ചിട്ടി, ഞങ്ങൾക്ക് ചിട്ടിയും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ അതനുസരിച്ച് അങ്ങ് അടച്ചു ഡെയിലി അങ്ങ് അടച്ചു പോവുക. നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് അതൊക്കെ ഉപകാരപ്പെടുത്തുള്ളൂ. ഓക്കെ. അപ്പം മനസ്സിലായല്ലോ, ഇതാണ് ഒരു എറണാകുളം രീതിയിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു പുള്ളിയുടെ ഒരു ഫീലിങ്സും അവസ്ഥയും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. അത്യാവശ്യം പണ്ട് കൊറോണയ്ക്ക് മുമ്പേ അത്യാവശ്യം ഓട്ടോ ഉണ്ടായിരുന്നല്ലേ? ഇല്ല, നല്ല രീതിക്ക് ഓട്ടോ ഉണ്ടായിരുന്നു. യൂബർ വന്നിട്ട് അധികം ഒന്നും ആയില്ല. കൊറോണക്ക് മുമ്പാണ് യൂബർ വന്നത്. അതിന് മുമ്പ് നമുക്ക് മാന്യമായ രീതിയിൽ ഓടാൻ പറ്റിയിരുന്നു. സ്റ്റാൻഡുകളിൽ ഓടാൻ പറ്റിയിരുന്നു. നമുക്ക് ഓട്ടണം. ഞാൻ ആദ്യം ഓടണ വണ്ടി ഈ വണ്ടിയല്ല, വേറെ വണ്ടിയായിരുന്നു. ആ വണ്ടിക്ക് സ്കൂൾ ട്രിപ്പും കാര്യങ്ങളുണ്ടായി. അത് CC എടുത്തിട്ട് ഞാൻ എടുത്തത്. പക്ഷെ അത് തീർത്ത് ഞാൻ കൊറോണ സമയം കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഓടാൻ പറ്റാത്ത അവസ്ഥ. അതിനു മുമ്പ് പ്രളയം വന്ന്, പ്രളയം ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഈ കൊറോണ വന്നതാണ്
പ്രളയം എഫക്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എഫക്ട് ചെയ്തായിരുന്നു, വണ്ടി ഓടാൻ പറ്റൂലായിരുന്നു, കാരണം വെള്ളമായിരുന്നു. ഇവിടെ ശരി സോറി. കാരണം ഞങ്ങളുടെ ഏരിയയിൽ വെള്ളമില്ലാതെ എറണാകുളം ഏരിയ സത്യം പറഞ്ഞ ഇവിടെ ഒക്കെ വെള്ളമായിരുന്നു കേട്ടോ. ഈ ഏരിയ ഫുള്ള് വെള്ളത്തിലായിരുന്നു സാർ. ഞാൻ ആ കാര്യം വിട്ടുപോയി, സോറി. നമുക്ക് പക്ഷേ അധികം സംബന്ധിച്ച് നമുക്ക് അധികം എഫക്ട് ചെയ്തില്ല. പക്ഷെ എന്താ പറയുന്നത്, നമുക്ക് യാത്രക്കാർ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഓട്ടം വിളിക്കുന്നില്ല നമ്മളെ. അതാ പറ്റിപ്പോയത്. അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോഴേക്കും ആ ഒരു പ്രശ്നം വന്ന്, പിന്നെ കൊറോണ വന്നപ്പോഴേക്കും വണ്ടി കയറ്റിയിട്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെ ജോലിക്ക് പോകേണ്ടതെന്ന് അങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ ആ ജോലിയിൽ നല്ല ശമ്പളവും കാര്യങ്ങളായപ്പോൾ പിന്നെ അതിൽ നിലനിന്ന് പോയി വണ്ടി വെറുതെ വീട്ടിൽ കിടന്ന് തുരുമ്പായിരുന്നു. സ്വാഭാവികമായിട്ടൊരു മുതൽ വീട്ടിൽ കിടക്കുമ്പോൾ വീട്ടുകാർക്ക് പ്രശ്നം ഒരുക്കുള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഞാനത് കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ വീട്ടുകാർ പറഞ്ഞ പിന്നെ ഓടാത്ത അറിവുകൊണ്ട് പിന്നെ ഞാൻ ആഴ്ച പണിയെടുക്കുന്ന പൈസ പിന്നെ വന്നിട്ട് ഈ വണ്ടി എടുത്ത് ഓടുമ്പോൾ ഇതിൽ മുടക്കേണ്ടി വരും. നൈസായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു വില കിട്ടി. ഒരാൾ വന്ന് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ സ്വന്തക്കാരൻ തന്നെ വന്നെടുത്തോണ്ട് പോയത്. പുള്ളി അത് മറിച്ച് അത് വേറൊരു ടീമിന്റെ അടുത്ത് എത്തി. ഞാനപ്പ പുള്ളിയെടുത്ത് ചോദിച്ചു വണ്ടി എടുക്കണ മുമ്പ് തരുമെന്ന് വെച്ചാൽ അത്രക്ക് അപ്പൊ അത് ചോദിച്ചപ്പോ പുള്ളി അന്ന് തരലെന്ന് പറഞ്ഞു. ഞാൻ വാശിക്കുമായിട്ട് ഇത് വണ്ടി കണ്ട് അപ്പൊ തന്നെ പൈസ കൊടുത്തെടുത്താ. നഷ്ടത്തിലെടുത്തത്. ഇത് വണ്ടിയുടെ മുഞ്ച കണ്ട് പോയി എടുത്തതാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റി പറഞ്ഞ പൈസക്ക് വണ്ടി എടുക്കേണ്ട വന്നേ. അപ്പൊ അതങ്ങനെ എടുത്ത്. അപ്പൊ ആ വണ്ടി പിന്നെ ഒരിക്കലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അത് നമുക്ക് അത്ര ഇഷ്ടമായോണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് ഞാൻ അവിടെ ചെന്ന് വണ്ടി എടുത്തോണ്ട് പോന്നു. വണ്ടി ഇപ്പൊ പണിയിലാണ്. ആദ്യം കൊടുത്ത വണ്ടി ഇപ്പൊ നിലവിലുണ്ട് കയ്യില്. പിന്നെ കേട്ടോ, ഈ വണ്ടിയുടെ ഗുണമാണ് അങ്ങനെ. ചില വണ്ടികൾ നമ്മുടെ കൈ വന്നു കഴിഞ്ഞിട്ടില്ല, ഐശ്വര്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ വീഡിയോ ഇച്ചിരി ലെങ്ത് ആയി പോയി, എല്ലാവരും മാക്സിമം കാണുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വണ്ടി ഏത് സ്റ്റൈലാണ്? നമ്മുടെ ഇവിടുത്തെ എറണാകുളം സ്റ്റൈലാണ് വണ്ടി പണിതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വണ്ടി ഏത് മോഡലാണ് ജസ്റ്റ് ഒന്ന് പറയാമോ? 2019 ലാസ്റ്റ് മോഡലാണ്. ലാസ്റ്റ് മോഡലാണ്. അപ്പൊ വണ്ടി എറണാകുളം ഒരു സ്റ്റൈലിലേക്ക്, അതായത് ഈ ഒരു ഹെവി ലുക്കിലേക്ക് വണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ എത്ര രൂപ ബ്രോക്ക് എമൗണ്ട് ആയി കാണും? ഞാൻ ഈ വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിക്കണം. 3 ലക്ഷം രൂപ കൊടുത്ത വണ്ടി മേടിക്കണം. അന്ന് മേടിച്ചപ്പോ മേടിച്ചിട്ട് ഇപ്പൊ കുറച്ചാൾ ഒരു ടെസ്റ്റ് ഞാൻ നടത്തി. ഒരു വണ്ടി എടുത്ത് 2-ാം മാസം ടെസ്റ്റ് ആയിരുന്നു. നടത്തി. ഇപ്പൊ ഒരു വർഷം ആകുമ്പോൾ ഈ വണ്ടി 2019 വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട്? 2019 കുഴപ്പമൊന്നുമില്ല. ചിലരൊക്കെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ സെൻസറിനും ഇതിന് ഇടയ്ക്ക് വന്ന ഒരു ആ മോഡലിന് വേരിയേഷൻ ഉണ്ട്, കംപ്ലൈന്റ് ഉണ്ട്, ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അത് നമ്മ അത്യാവശ്യം ഇതിനെ കുറിച്ച് അറിയാവുന്ന മെക്കാനിക്കിനെ കാണിക്കണതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ? അവരത് നല്ല രീതിക്ക് അതിന്റെ പണി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു തരും, റെഡിയാക്കി തരും. എനിക്ക് ആദ്യം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായി, പക്ഷെ ഇപ്പൊ വണ്ടി പെർഫെക്റ്റാ, അടിപൊളിയാണ്. ഓക്കെ. പിന്നെ ബ്രോയ്ക്ക് വണ്ടി ഇങ്ങനെ സെക്കൻഡ് എടുത്തതാന്ന് പറഞ്ഞല്ലോ, അപ്പൊ എടുത്തപ്പോ ഇത്രയും ഓൾട്രേഷനും ഇല്ല ഉണ്ടായിരുന്നോ? ഇല്ല. എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കാരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരിയർ ഉണ്ടായി, നോർമൽ കാരിയർ ആയിരുന്നു. ഈ കാരിയർ തന്നെയായിരുന്നു. ഈ എറണാകുളത്ത് ഒരു മെയിൻ സെറ്റപ്പ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എല്ലാ വണ്ടികളും കാരിയർ ഒക്കെ വെക്കുന്നത്? കാരിയർ മെയിൻ ആയിട്ട് പലരും പല പർപ്പസിന് വെക്കണത്. ലോഡ് കയറ്റും, ഞാൻ ലോഡ് കയറ്റാറില്ല. മേടിച്ചപ്പോ ഉണ്ടായതുകൊണ്ട് അത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഓക്കെ. അപ്പൊ ബ്രോ കാരിയർ വെച്ചതാണ്? വെച്ചതാണ്. അതിനിപ്പോ ഏകദേശം എത്ര രൂപ എമൗണ്ട് ആയി കാണും ഒരു കാരിയർ ഒക്കെ നമ്മുടെ വണ്ടി? 3500 അടുത്ത് വരുമായിരിക്കും കാരിയർ മാത്രം സെറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. എറണാകുളത്ത് എല്ലാം മിക്ക വണ്ടികൾ ഞാൻ കാരിയർ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കും. നല്ല രീതിക്ക് മോട്ടോർ വെഹിക്കിൾ പെറ്റി അടിക്കുന്നുണ്ട്, 2000 ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി താഴത്തേക്ക് കുറെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് താഴത്തേക്ക് തുടങ്ങാം. പിന്നെ നമ്മൾ ഫ്രണ്ടില് ചെറിയൊരു തൊപ്പി പോലെ കൊടുത്തിട്ടുണ്ട്, അതില് 2 പിന്നെ കൊമ്പ് പോലെ അല്ലെ? വോൾവോ മിറർ. അതിന്റെ വെറുതെ വോൾവോ മിറർ. ഓക്കെ. അപ്പൊ അതിനൊക്കെ സെറ്റ് ചെയ്യാൻ ഏകദേശം എത്ര എമൗണ്ട് ആയി കാണും?
ഇത് ഞാൻ മേടിച്ചപ്പോ ഉണ്ടായിരുന്നതാണ് ഇത് രണ്ടും. അതിന്റെ കൂടെ ഏകദേശം ഒരു 3.5 റേഞ്ച് വരും ഇതിന് വരും അല്ലേ. പിന്നെ ഈ ഞാൻ എറണാകുളത്ത് പൊതുവേ കണ്ടുവന്നൊരു സാധനമാണ് ഇതുപോലത്തെ ഓരോ കവറയിൽ ഓരോ വെറൈറ്റി ഗ്രാഫിക്സ് പോലെ. അതെന്താ അതിന്റെ ഒരു സീക്രട്ട്? അത് സ്റ്റിക്കർ ആണോ? ഇല്ലില്ല, അത് പെയിന്റ് ആണ്. തത്തപ്പള്ളിയിൽ പ്രമോദ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ചെയ്യുന്നത്. അത് പെയിന്റിങ് പുള്ളി കൈ കൊണ്ട് ചെയ്യുന്ന വർഷങ്ങളായിട്ട് പുള്ളിയുടെ അടുത്ത പെയിന്റ് ചെയ്യണം വണ്ടി. ഫുൾ പെയിന്റിങ് അവിടെ തന്നെയാണ്. അപ്പൊ പുള്ളിയുടെ ഓരോ ഡിസൈനിങ് വർക്കാണ് ഇത്, അല്ല സ്റ്റിക്കർ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ പൈസ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ താഴത്തെ ഏത് വണ്ടിയുടെ വൈപ്പർ നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഇതിപ്പോ കൊടുത്തേക്കുന്നത് വാഗണറിന്റെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വൈപ്പാവും. മില്ലിങ്ങിന് അങ്ങനെ വല്ല പ്രശ്നങ്ങൾ? അതെ, മില്ലിങ്ങിന് നമ്മളിപ്പോ വെച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും പിടിച്ച് ഇതിന്റെ അത് വലിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അലൈൻമെന്റ് മാറിപ്പോകും. പിന്നെ അത് റെഡി ആകത്തില്ല. അതിപ്പോ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് പിടിച്ച് വലിച്ചതാണ് ഇതിന്റെ അലൈൻമെന്റ് ഇങ്ങനെ കാണാം മാറിപ്പോയിരിക്കുക. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഗണാർ വൈപ്പർ പക്ക സൂട്ട് എന്ന് വെച്ചാൽ ബജാജ് കോമ്പാക്ട് ഇല്ല. പക്ഷെ ഇതിന് സൂട്ട് എന്ന് പറയുന്നത് ബീറ്റ് ആണ്. ഷെവർലെറ്റിന്റെ ബീറ്റിന്റെ പക്ക സൂട്ട്. ഓക്കെ, അതാകുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. ഇത് താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ 3 കണ്ണാടി കൊടുത്തിട്ടുണ്ട്. നിയോൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ബൾബ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വെട്ടം തീരെ കിട്ടത്തില്ല. കമ്പനി ഒട്ടും കിട്ടത്തില്ല വെട്ടം. നമുക്ക് മഴയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കട്ടർ അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അതായത് നമുക്ക് നിയമപരമായിട്ടുള്ള ഹെഡ്ലൈറ്റ് തന്നെ അതിന്റെ LED മേടിച്ചത്. ബൾബിന് എത്ര രൂപ എമൗണ്ട് ആയി കാണും? 1400 രൂപ ഒരു ബൾബിന്. ഓക്കെ. ഇത് മറ്റേ LED ബൾബാ വരുന്നത്. ഓക്കെ, 2 സൈഡും വലിയ ബൈക്കിനും കാറിനൊക്കെ വന്നെ കൂട്ട് ബൾബാ വരുന്നത്. ഓക്കെ. അത് ഓൺലൈനിൽ മേടിച്ചാണോ ഷോപ്പിൽ നിന്ന് മേടിച്ചത്? ഇല്ല, ഷോപ്പിൽ നിന്ന് മേടിച്ചാ അല്ലേ. പിന്നെ താഴത്തോട്ട് വരുമ്പോഴത്തേന് നമ്മൾ വീൽ കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കുത്തുകമ്പി കൊടുത്തിട്ടുണ്ട്. ഈ വീൽ കപ്പൊക്കെ നമ്മുടെ ഇവിടെ തന്നെ മേടിക്കാൻ കിട്ടുന്നു? ഇല്ല, വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ സാധനങ്ങൾ മൊത്തം നമ്മൾ മേടിക്കുന്നത് തൃശ്ശൂരിന്നാണ്. അപ്പൊ ഇവിടെ എറണാകുളത്ത് ഇത് വളരെ കുറവാണോ? എറണാകുളത്ത് കിട്ടും, നല്ല റേറ്റും വരും. നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പ് ഡിസൈൻ കിട്ടില്ല. ഓക്കെ. അങ്ങനെ അപ്പൊ വണ്ടി സത്യം പറഞ്ഞാൽ എറണാകുളത്തെ പകുതി വണ്ടികളും സ്പെയർ പാർട്സ് മേടിക്കാൻ തൃശ്ശൂർ പോയി. നമ്മുടെ ഫ്രണ്ട്സിന്റെയും നമ്മുടെ സർക്കിളിലുള്ളവർക്കൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ അതാണ് നമ്മളൊരു ബഡ്ജറ്റ് ഡൗൺ, നല്ല വില കുറച്ച് കിട്ടുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനവും കിട്ടും. ഓക്കെ. അപ്പൊ ഫ്രണ്ടിൽ ഒരു ഹെവി ലുക്കിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് വണ്ടിക്ക് കീർത്തനം എന്നൊരു പേരും കാര്യങ്ങളൊക്കെ ഇടാൻ? അത് ഞങ്ങൾക്ക് നേരത്തെ മുതൽ ലാമട്ടർ മുതൽ വണ്ടി ഉണ്ട്. പക്ഷെ ലാമട്ടർക്ക് പേരുണ്ടായില്ല. പിന്നെ അച്ഛൻ ഒരു ബജാജ് എടുത്ത് അപ്പൊ അത് ഓടിച്ചിരുന്ന ചേട്ടൻ ഇട്ടതാണ് കീർത്തനം എന്ന്. ആ പേര് നമ്മ അത് ഒരു ബ്രാൻഡായിട്ട് അത് അങ്ങനെ തന്നെ കൊണ്ടുനടക്കുന്നത്. അപ്പൊ അതിനകത്ത് ലൈറ്റ് നിലവിലോ നെയിം ബോർഡിനകത്ത് ലൈറ്റ് നിലവിൽ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. വർക്കിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന്. ഓക്കെ. നൈറ്റ് ആയാലാണ് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അത് ലൈറ്റ് ഓടുന്നുണ്ട്. നൈറ്റ് ആയാലും കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വിഷ്വലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം നെയിം ബോർഡിനെ ഏകദേശം ഓഫ് ചെയ്തു, വെറുതെ ചാർജ് കളയണ്ട, ബാറ്ററി ചാർജ് കളയണ്ട. കാരണം പിന്നെ അത് കുറേ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ നെയിം ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യണ ഏകദേശം എത്ര എമൗണ്ട് ആയി കാണും? ഞാൻ നെയിം ബോർഡും ലൈറ്റുകളും എല്ലാം ചെയ്തതിനും മാത്രം, അതായത് ഒരു സെറ്റും മാറിയായിരുന്നു, സ്റ്റീരിയോ സിസ്റ്റം മാറിയായിരുന്നു, എല്ലാം കൂടി അന്ന് 11,000 രൂപ വന്നായിരുന്നു അല്ലേ. സെറ്റും നമ്മുടെ ഫ്രണ്ടിലത്തെ നെയിം ബോർഡും കാര്യങ്ങൾ. നെയിം ബോർഡ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്നതല്ലേ? പക്ഷേ ഇതിന്റെ അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല. ഇത് എവിടെയാണ് നമ്മൾ ചെയ്തത്? ഇത് തൃശ്ശൂരുള്ള ഹൃത്വിക് സൗണ്ട് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ചെയ്തത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുകയാണോ വണ്ടി ഓടിച്ചുകൊണ്ട് ശരിയാ? ഇല്ല, നമ്മൾ അവിടെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുക. അല്ലെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് നമ്മുടെ വേണ്ട രീതിയിൽ തൃപ്തിயான രീതിയിൽ ചെയ്തു തരും. അവിടെ ചെയ്തു തരത്തോളാം അല്ലേ? ശരി. നമുക്ക് അങ്ങനെ ഏത് കാര്യമാണ് നമ്മൾ ഇച്ചിരി ചെയ്തോളേനും ചെയ്യേണ്ട കാര്യം അടിപൊളിയായിട്ട് ചെയ്യണം. അമ്മേ, നമുക്ക് വയറിങ്ങിന്റെ പ്രശ്നവും കാര്യങ്ങളും ഒരിക്കലും വരാൻ പാടില്ല. വണ്ടി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എല്ലാം കറണ്ടിൽ. അപ്പൊ നമ്മൾ അതിന്റേതായ രീതി ചെയ്യണം. നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാനില്ല. പക്ഷെ ഇത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല. നമ്മുടെ മനസ്സിന് ഒതുങ്ങിയ രീതിയിൽ ബഡ്ജറ്റും ഫ്രണ്ട്ലിയാണ് അവർ അടിപൊളിയായി. കാരണം നമ്മുടെ മറ്റുള്ള വണ്ടികൾക്ക് ഉൾപ്പെടെ അവരാ ചെയ്തു കൊടുക്കണം. ഓക്കെ. പിന്നെ ഫ്രണ്ടിൽ എന്തെങ്കിലും പിന്നെ താഴെ വെച്ചിട്ടുണ്ട്? ചെറിയൊരു 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത്ര കാര്യങ്ങൾ ഫ്രണ്ടിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? അതായത് എറണാകുളം സ്റ്റൈലില് ബേസിക് സ്റ്റൈൽ ആയിട്ട്, അതായത് വളരെ ഓവറല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എറണാകുളം സ്റ്റൈലിൽ ഓവറൊക്കെ ആയിട്ട് ചെയ്ത വണ്ടിയുണ്ട്, അതൊക്കെ പിന്നെ മതിയെ കാണിച്ചാൽ. ഇത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് രീതിയിൽ, അതായത് ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇതാണോ സ്റ്റാൻഡേർഡ് എന്ന്. പക്ഷേ എറണാകുളം സ്റ്റൈലിലെ ഇതാണ് സ്റ്റാൻഡേർഡ് രീതി. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്ത് അതല്ല വണ്ടിക്ക് ഒരു ഹെവി ലുക്ക് ആയിട്ടുള്ള, അതായത് ഇതിന് പൈസ മുടക്കിയുള്ള വർക്കാണ് ചെയ്യുന്നത്. നമ്മുടെ എന്ന് വെച്ചാൽ പൈസ കുറച്ചുള്ള വർക്കാണ്. ഇതിന് നല്ല രീതിയിൽ പൈസ മുടക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി നൈസായിട്ട് സൈഡിലേക്ക് പോകാം. കാരണം ഫ്രണ്ടിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടില്ല, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
ഇനി സൈഡിലേക്ക് വരുമ്പോഴത്തേനും എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ ചെയ്തിട്ടുള്ളത്? ഒരു വാട്ടർ ചാനൽ വെച്ചിട്ട് റെയിൻ ഗാർഡ് പോലത്തെ റെയിൻ ഗാർഡ്, കാറിന് റെയിൻ ഗാർഡ് പോലെ ഓട്ടോയുടെ റെയിൻ ഗാർഡ്. കാരണം പക്ഷേ ഞാനിത് ആദ്യമായിട്ടോ കാണാൻ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് കാണാൻ പറ്റിയത്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് വെള്ളം ഇറങ്ങി താഴത്തോട്ട് വരില്ല? ഇല്ല, നമുക്കത് ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ വാട്ടർ ചാനൽ അല്ലേ. അപ്പൊ കറക്റ്റ് ഇതിലെ തന്നെ വെള്ളം ഒഴി താഴത്തോട്ട് പോകും. ഓക്കെ. അപ്പൊ അത് എവിടുന്ന? അതും തത്തപ്പള്ളിയാണ് ഇത് ചെയ്തേക്കണത്. ഇത് പാച്ച് വർക്ക് ചെയ്തത് മെറ്റലാണോ? ഓക്കെ, മെറ്റലേ നമ്മൾ ഗ്രാഫിക്സ് ചെയ്തേക്കാം. ഗ്രാഫിക്സിന് നല്ല ന്യായ പൈസ മുടക്കിയിട്ടുണ്ടല്ലോ, കാരണം പുള്ളി അത് ഇത്ര അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ആമ്പ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് അകത്തേക്ക് വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ സൈഡിൽ നമ്മൾ വീൽക്കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ബാലൻസ് റാഡ് കയറ്റിയിട്ടുണ്ട്. അത് എവിടെ കൊണ്ടാണ് കട്ടപ്പന എവിടെയാ? കട്ടപ്പനയിൽ ബ്രദേഴ്സ് രാജേഷ് എന്ന് പറയുന്നത്. രാജേഷ് ആണ് ഏട്ടയാണ് കയറ്റിയത്. അതിന് ഏകദേശം എത്ര രൂപ എമൗണ്ട് ആയിക്കണേ? ഏകദേശം ഒരു എമൗണ്ട് 10 രൂപ താഴെ വരും. 10 രൂപ താഴെ വരും അല്ലേ. അപ്പോൾ ബാലൻസ് റാഡ് അടിയിലേക്ക് കയറ്റിയിട്ടുണ്ട് എൻ്റെ മോനെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ ഒരു കംഫർട്ട് കണ്ടതേ അടിപൊളിയാണ്. ഇപ്പോഴും ഷെയ്ക്കിങ് നിന്നിട്ടില്ല. നമ്മുടെ വണ്ടിക്ക് ഇത്ര സുഖമില്ല കേട്ടോ, നമ്മുടെ വണ്ടിക്ക് ഹൈറ്റ് ഉണ്ടെന്നല്ലോ. പക്ഷേ ഇത് ബാലൻസോടെ കയറ്റിയ വണ്ടി നമ്മൾ എന്നായിട്ട് ഒലച്ചെന്ന് പറഞ്ഞാൽ, എന്നായിട്ട് പെടത്തി വീശിയെന്ന് പറഞ്ഞാലും 2 ടയർ റോട്ടിൽ നിന്ന് പൊങ്ങത്തില്ല. നമുക്ക് യാത്രക്കാർക്ക് ഏറ്റവും വലിയ കംഫർട്ടാണ്. എത്ര പേര് നല്ല അഭിപ്രായം പറയണം, നല്ല കംഫർട്ട് യാത്ര ചെയ്യാനല്ലേ. ബാലൻസോടെ കയറ്റിയ വണ്ടിക്ക് അങ്ങനെ ഒരു ഗുണം കാര്യം നമുക്ക് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ 10 രൂപ താഴെയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കട്ടപ്പനയിൽ പോയി നമ്മുടെ ഇവിടെ എറണാകുളത്ത് ചെയ്ത് കിട്ടും ഇത് ബാലൻസ് റാഡ്. അതിന് ഓരോ പോരായ്മകളുണ്ട്, ചിലപ്പോൾ ടയർ വെട്ടിത്തേയും അങ്ങനത്തെ പ്രശ്നമുണ്ട്. കാരണം ഡെയിലി ചെയ്യുന്നവൻ അത് പ്രശ്നമില്ല. ഇവിടെ എന്ന് വെച്ചപ്പം ഡെയിലി അങ്ങനെ ബാലൻസ് റാഡ് ഇവിടെ അത്ര ഹൈലൈറ്റ് അല്ലല്ലേ. ഓക്കെ, ജസ്റ്റ് എങ്ങനെയാലും ഇവിടെ ഉള്ളത് എങ്ങനെയെങ്കിലും 30 രൂപ കിട്ടി വണ്ടി ഓടിക്കുക എന്നുള്ളൊരു മൈൻഡ്. ബാലൻസ് റാഡ് ചിന്തിക്കുന്ന കാര്യമായില്ല. അത് ഈ വണ്ടിയിൽ യാത്ര ചെയ്ത പലരും ഇപ്പം എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം എല്ലാവരും കയറ്റിയിട്ടുണ്ട്. എല്ലാവരും കയറ്റി ഞങ്ങൾ ഈ വണ്ടി ബാലൻസ് റാഡ് കയറ്റിയ പിന്നെ ഓക്കെ. അങ്ങനെ നമ്മൾ ടയറിലും ചെറിയൊരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ശിവന്റെ ഒരു ഗ്ലാസ് ആണ് ഇത്. ഗ്ലാസ്സിൽ അടിപൊളിയായിട്ട് നല്ല കിടക്കാഴ്ചയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരി ചെയ്തിട്ടുണ്ട്, അതിന് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇനി ബാക്കിലേക്ക് വരുമ്പോഴത്തേനും അതാണ് ബാക്കിൽ നിന്ന് വരുമ്പോഴാണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും. ചേട്ടാ ഇച്ചിരി അടുത്ത് നിന്ന്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ബാക്കിൽ ചെയ്തിട്ടുള്ളത്? ബാക്കിൽ ഇപ്പോൾ ക്യാരിയർ വന്നതുകൊണ്ട് പണ്ട് വണ്ടിക്ക് ഉണ്ടായതാ ഈ സ്പോയിലർ. അപ്പൊ അത് ചെയ്തായിരുന്നു. ഈ വണ്ടിക്ക് വന്നപ്പോ നമുക്കത് ചെയ്യണം. ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു മേടിച്ചപ്പോ അവനത് തന്നില്ല നമുക്ക്. നമ്മ തന്നെ ചെയ്യിച്ചെടുത്ത് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരൻ പറഞ്ഞ ഒരു അനിയനാണ്. അവൻ കാറിന്റെ മെയിൻ ആയിട്ട് ചെയ്യണം എക്സ്ട്രാ വർക്ക്. അപ്പൊ അവനെ കൊണ്ട് ചെയ്യിച്ചു. അവന്റെ ചേട്ടനാ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ പുള്ളിയല്ല, ഇപ്പൊ അവന്റെ അടുത്ത് മോഡൽ പറഞ്ഞെടുത്തപ്പോ അവൻ ചെയ്തു തന്നതാണ്. അടിപൊളിയായിട്ട് ചെയ്തു തന്നല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് അതിന് ഏകദേശം എത്ര എമൗണ്ട് എത്രയാ? ഇത് മൊത്തത്തിലാണ് നമ്മൾ ചെയ്തേക്കണത്. ഇതും അകത്തു വന്ന ഒരു ബെർത്തും സെന്ററിൽ വന്നേക്കണ ആ ഒരു എന്താ പറയണ നമ്മുടെ സെന്ററിൽ തന്നെ ആ ഒരു ബമ്പറും ഒക്കെ കൂടിയാ ചെയ്ത്. അന്ന് ഒരു നമുക്ക് ഓരോരുത്തരും കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല. ഇല്ലില്ല, നമ്മ ഇത് 3 കൂടി ഒരുമിച്ച് അന്ന് ചെയ്തത്. അതൊരു 6 രൂപ 7 രൂപത്തോളം അടുത്തായി വരുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സ്പോയിലർ കൊടുത്തേക്കണത് ഇവിടെ കാരിയർ തന്നെയാണ് കൊടുത്തത്. അപ്പൊ ലോഡ് കയറ്റുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ലോഡില്ല, ലോഡിന്റെ പരിപാടി ഇല്ല, നമുക്കില്ല. ഷോ മാത്രമേ. ഓക്കെ. പിന്നെ പുറകിൽ പടുതാലൊരു ബട്ടർഫ്ലൈ ഒരു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ അതായത് എറണാകുളം സ്റ്റൈലിലെ സ്റ്റെപ്പിന് വെക്കണം ഇപ്പോഴും വലത്തെ സൈഡിലാണ്. നമ്മുടെ ആ സ്റ്റൈലൊക്കെ മുട്ടക്കൈ സ്റ്റൈൽ വെക്കുന്നത് ഇടത്തെ സൈഡിലാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പിന് വെച്ചുകൊണ്ട് ഡോറിന് വളവോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭവം? അത് അതിൻ്റെതായ പക്കം മെക്കാനിക്കൽ അത് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ തകിടൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി നല്ല സെറ്റ് ചെയ്ത് സ്ട്രോങ് അല്ലേ? പിന്നെ അതെ, നല്ല സ്ട്രോങ് ആണ്. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്തത്? ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. നമ്മുടെ പാച്ച് വർക്ക് തന്നെ ചെയ്താണ്. പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് വലിയൊരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് വണ്ടിയുടെയാണ്? ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ മാറ്റ് ഫ്ലാപ്പാണ്. അത് കട്ട് ചെയ്തിടുന്നതാണ്. വലിയ ഫ്ലാപ്പ് നമ്മൾ കറക്റ്റ് അളവിൽ എടുത്ത് കട്ട് ചെയ്ത് ഓൾട്രേഷൻ ചെയ്തിടുന്ന ഈ സ്റ്റീലിന്റെ ഇതൊക്കെ നമ്മൾ തന്നെ വെക്കുന്ന, അല്ലാതെ ഇന്ന വണ്ടിയുടെ ഇല്ല. അവിടെ നമുക്ക് സ്ക്വയർ ഫീറ്റിന് കട്ട് ചെയ്ത് കിട്ടും നമ്മുടെ ആവശ്യത്തിന്. ഓക്കെ. അതിന് നമ്മളെ കട്ട് ചെയ്ത് കയറ്റും. ഓക്കെ. പിന്നെ നമ്മൾ ബമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 ബമ്പർ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എറണാകുളത്ത് വണ്ടി ഓടിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ബമ്പർ ഇല്ലാതെ പറ്റത്തില്ല അല്ലേ. പറ്റില്ല. അതെ, ചെറിയ വണ്ടി ഒന്ന് ബ്രേക്ക് ഇട്ടാലും നേരെ ബമ്പറിന്റെ വന്ന് തട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള കാര്യം എപ്പോഴും ഒരു ബമ്പർ ഇച്ചിരി പുറത്തോട്ട് തള്ളി വെക്കുവാണെങ്കിൽ നമുക്കൊരു സേഫ്റ്റിയും കാര്യം. നമ്മുടെ എഞ്ചിനും ഗുണമായിരിക്കും. ചിലപ്പോൾ അകത്ത് കയറ്റി ഉമ്മാർ ശരി അവരിക്കും ഉമ്മാരൊക്കെ വന്ന വരോ ബസ്സൊക്കെ വന്ന വരോ കണ്ടു കഴിഞ്ഞാൽ ദൈവമേ എന്നെ നോക്കാം. ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ട് ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ഇപ്പുറത്തെ സൈഡിലും വളരെ ബേസിക് ആയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സൈഡിൽ ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ചാനലിന്റെ ഇവിടെ രീതിയിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് എവിടെയാന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകാം. ചേട്ടാ ഞാൻ അപ്പുറം വന്നോ. അപ്പോൾ എൻ്റെ അകത്താണ് എൻ്റെ പൊന്നോ. എൻ്റെ ഇന്ത്യയിൽ വർക്ക് കുറച്ച് പൈസ മോട്ടേക്ക്
കുറച്ച് നല്ല മേനയ്ക്ക് പൈസ മുടക്കി ഇന്ത്യയിൽ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ ഒന്നേന്ന് തുടങ്ങാം നമുക്ക്. ഓക്കെ, നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൽ തന്നെ നമുക്ക് ആദ്യമേ കലാപരിപാടികൾ ആരംഭിക്കാം. ഫ്രണ്ടിലത്തെ നമുക്ക് ഇതുപോലെ ഡാഷ് തുടങ്ങാം. ഡാഷിൽ എന്താണ് ശരി, ഇത് എന്തും ഈ ഒരു വെറൈറ്റി പെയിന്റിങ്? ഇത് വുഡ് ടൈപ്പ് ആണ്. ഇതും തത്തപ്പള്ളി തന്നെ ചെയ്യണം, അവിടെ തന്നെ ചെയ്താണ്. പെയിന്റിംഗ് ആണ് ഇത് മൊത്തം പെയിന്റിംഗ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. കുറെ സ്വിച്ചുകളുണ്ട്, അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുക. ഇത് മെയിൻ ആയിട്ട് ഇത് വൈപ്പറിന്റെ സ്വിച്ച് ആണ്. വൺ ടാപ്പ്. ഓക്കെ. ഇത് പാസ് ലൈറ്റ് ആണ്. ഓക്കെ. ഇത് സാധാ ഹോൺ. ഇത് ഇൻഡിക്കേറ്റർ, ബ്രൈറ്റും. ഓക്കെ. ഇത് ഷോയ്ക്ക് വേണ്ടി ഇല്ല, നമ്മ ഒരുപാട് നേരം കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കൈക്കൊരു ട്രാഫിക്കിലൊക്കെ ഓടിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു വരല് മതി. വരലോടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റും. നമ്മൾ തട്ടിയ കുറെ കലാപരിപാടികൾ എന്തൊക്കെയാണ്? ദൈവത്തിന്റെ ഭക്തനായതുകൊണ്ട് അതൊക്കെ അതെ. വണ്ടി നല്ല തട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട്. ഇത് നമ്മുടെ തട്ടുപടിയല്ലോ, നമ്മുടെ കൂട്ടുകാരൻ സ്പോയിലറും തട്ടൊക്കെ പുള്ളി പണിതാണ്. ഓക്കെ. പിന്നെ ഇതാണ് നെയിം ബോർഡിന്റെ ബാക്ക് വരുന്നത് അല്ലെ, ബാക്ക് വശം വരുന്നത്. അപ്പം ഇവിടെ ചേസർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ, നമ്മൾ സെറ്റ് വർക്കിന്റെ കാര്യം പറഞ്ഞത്, സെറ്റ് ഫ്രണ്ടിലാണ് നമ്മൾ ആമ്പിരിക്കണെന്ന് പറഞ്ഞു. സെറ്റ് വർക്കിന്റെ സെറ്റ് എവിടെ വെച്ചിരിക്കുന്നത്? അതിന്റെ അടിയിൽ അതെ, ഇതിന്റെ അടിയിൽ പൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് തുറന്ന് കാണിക്കൂ. കാരണം ബ്രോഡ് ആയിട്ട് ഒരു സെറ്റ് ഒരു സരനാരി അടിച്ചോണ്ട് പോയതാണ്. അതുകൊണ്ട് അത് ഇതിന്റെ അകത്താണ് അടിച്ചോണ്ട് പോയത്. അതിവിടെ അടിച്ചോണ്ട് പോയി. അത് ഇവിടുന്ന് എടുത്തോണ്ട് പൂട്ടിയുണ്ടായില്ല. അങ്ങനെ കൊണ്ടുപോയതാണ്. ഓക്കെ. ഇത് അടിപൊളി സെറ്റും കാര്യങ്ങളും നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുത്തിനും അടിച്ചോണ്ട് പോകത്തില്ല. നേരത്തെ ഇതുപോലെ തന്നെ വെച്ചിട്ട് പൂട്ടിയിട്ടില്ല. നമ്മൾ വീട്ടിലിടുന്നതുകൊണ്ട് പൂട്ടത്തില്ലല്ലോ. ഓക്കെ, അങ്ങനെ അടിച്ചോണ്ട് പോയതാണ്. നല്ല അടിപൊളി സെറ്റ് ആയിരുന്നു, അടിച്ചോണ്ട് പോയി. സാരിയില്ല, പോട്ടെ. അപ്പം നമ്മൾ സെറ്റും കാര്യങ്ങളും. അത് ഏത് കമ്പനിയുടെയാണ്? ഔറാന്നും പറയേണ്ട കമ്പനി, ഒരു വെറൈറ്റി കമ്പനിയാണ്. അത് പുറത്തെ കമ്പനിയാണ്. ഫേമസ് ആണ്. ഇപ്പൊ ഫേമസ് ആണല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ സ്പീക്കർ ഏത് ഇതിനെ കൊടുത്തിരിക്കുന്നത്? ഇത് വരുന്നത് കമ്പനി സ്പീക്കറാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് തന്നെയാണ് നെക്സ്റ്റ് ഹോണ്ട. ഓക്കെ. അപ്പൊ ബാക്കിൽ 2 ഓവൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ 2 റൗണ്ട് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. വേറെ സ്പീക്കർ 4 സ്പീക്കർ, വളരെ ബേസിക് ആയിട്ടുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആമ്പ് ഏതിന്റെയാ? എക്സ്പ്ലോയിഡിന്റെ 1000 വാട്ട്സിന്റെ. അത് ഇവിടെ കൊടുത്താൽ എന്റെ അഭിപ്രായത്തിൽ ഇത് നനഞ്ഞു പോകത്തില്ലേ? ഇല്ല, സൈഡ് കട്ടൺ ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മളൊക്കെ വെച്ചത് ബാക്കിലാണ്, കാരണം ഇവിടുന്ന് മത്താൻ ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഇല്ല, മത്തനല്ല, നമ്മൾ വണ്ടി ഇട്ടുകൊണ്ട് എവിടെയും പോകത്തില്ല. ഓക്കെ. ആശുപത്രി പോയാലും നമ്മൾ വണ്ടി ഭയങ്കര സേഫ് ആയിട്ട് ഇട്ടിട്ടാ പോകത്തുള്ളൂ, എവിടെ പോയാലും അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിപൊളിയാണ് പോയിരിക്കുന്നത്. എല്ലാം അടിപൊളി പോയിരിക്കുന്നത്. നല്ല സേഫ്റ്റി ആയിട്ട് വയറിംഗ്. ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ എവിടെയാ ചെയ്തേ? ഇതെല്ലാം തൃശ്ശൂരാണ്. എല്ലാം വണ്ടി ഫുള്ള് തൃശ്ശൂരാ. ഹൃദ്വിക് ഓഡിയോസ് ആണ് ചെയ്യണത്. നമ്മുടെ വണ്ടിയുടെ വർക്ക് മൊത്തം ചെയ്യണവരാ, പുള്ളിയാണ്. ഓക്കെ. അപ്പം സബ് ഏതായിരിക്കണേ? സബ് ഇരിക്കണത് JBL 1500 വാട്ട്സിന്റെ. ഇപ്പൊ നിലവിലില്ല. അത് ഇല്ല. ഒറിജിനൽ സാധനം കിട്ടാനേ ലോറിസാരെ ഉള്ളവർ പോലും അവർ തരത്തില്ല, ജന്മം ചെയ്ത ആ ഒരു അവസ്ഥയാണ്. സീറ്റ് നമ്മുടെ ഏത് വണ്ടിയുടെയാണ്? ഇത് സ്റ്റീവിന്റെ. ആ വണ്ടിയുടെ നമ്മൾ നേരിട്ട് എടുത്ത് സെക്കൻഡ് എടുത്ത് വെച്ചിട്ട് നമ്മ അപ്പോൾസർ ചെയ്താ. വേറെ ഇത് ചെയ്തെടുത്തല്ലേ? ഓക്കെ. നല്ല ഇരിക്കാനൊക്കെ നല്ല കാർ ചെയ്യണ സ്ഥലത്ത് തന്നെ ചെയ്തേക്കണം. 3800 അടുത്തായിട്ടുണ്ട് ഇത് ചെയ്യാനല്ലേ? ഓക്കെ. പിന്നെ ബാക്കിലേക്ക് വന്നപ്പോ അതിന്റെ തന്നെ സീറ്റാണോ? ഇല്ല, ഇത് അംബാസിഡറിന്റെ ഫ്രണ്ട് സീറ്റാണ്. അംബാസിഡറിന്റെ ഫ്രണ്ട് സീറ്റാണ്. പുഷ് ബാക്ക് ആണ്. വേറെ പുറകോട്ടാക്കാം. ഓക്കെ. അടിപൊളിയായിട്ട്. അപ്പൊ ഇതിന് എത്ര എഴുതെടുത്തപ്പോഴത്തേനും? ഞാൻ കോയമ്പത്തൂരിന്ന് എനിക്ക് വണ്ടിയുടെ ഓട്ടോ ഉണ്ട്, വേറെ മറ്റേ ടിപ്പറിന്റെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ അകത്ത് കണ്ടത്. അയ്യോ, എന്നാ അടിപൊളി നൈസ് ആയിട്ട് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട്. പിന്നെ സ്റ്റെപ്പ് പുല്ലും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? അല്ല, ബേസിക് ആയിട്ടില്ല. അതെ, മുന്തിരിക്കൊല്ല. എന്റെ ഇത് അടിപൊളിയാണ്. ഇത് എത്ര മുന്തിരിക്കൊല്ല ചേർത്താണ് ഇതുണ്ടാക്കി? അത് 6 മുന്തിരിക്കൊല്ല. ഞാൻ വെറൈറ്റി ആയിട്ട് ഇത്രയും വലുത്ത്, അത് റെഡ് മുന്തിരി, പഴുത്ത മുന്തിരി. അടിപൊളിയായിട്ട്. ഇതിന് എത്ര ഇത് എല്ലാം കൂടെ ചെയ്തെടുത്തതല്ലേ? എല്ലാം കൂടെ ചെയ്ത്. അപ്പം എല്ലാ മുന്തിരിയുടെ വിലയായി കാണും. ഒരു 600 രൂപ പൊട്ടി കാണും അല്ലേ? 600 രൂപയുടെ എമൗണ്ട് സാധനമുണ്ട് ഇതിനകത്ത് ഫുള്ള്. പിന്നെ വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ. നമ്മൾ സബ് ഒന്ന് കാണിക്കാം. നമ്മളെ സബ് ഏറ്റവും കലിപ്പുള്ള കാര്യമാണ് ഈ പഴുത വെക്കുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമായി പഴുത വെക്കാൻ. അതെ, ഇല്ലതേ നല്ല അടിപൊളിയായിട്ട് സബും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. പൊക്കാൻ പറ്റില്ല. അതെ,
രണ്ട് സബ് ഇരിക്കുന്നത് നല്ല സേഫ്റ്റി ആയിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് പഴുത പോകുക സത്യം പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ഏത് വണ്ടിയുടെ ആയിക്കോട്ടെ ഇപ്പോൾ പാക്കിൻ്റെ പഴുത പോകുക ഈ ഭയങ്കര മടുക്കുക. പിന്നെ സ്റ്റെപ്പിനും കൂടെ വരുന്നതോടെ നമ്മൾ വലിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അവിടെ കിടന്നോളും. പിന്നെ ഊരുക എടുക്കാനൊക്കെ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ വണ്ടിക്ക് ഏകദേശം എത്ര രൂപയുടെ എമൗണ്ട് ടോട്ടലി നമ്മൾ മുടക്കിയിട്ടുണ്ടായിരിക്കും? ഞാനെടുത്തിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 45 രൂപ മുടക്കിയിട്ടുണ്ട്. 50 രൂപ അടുത്ത് മുടക്കിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെ വന്നാലും ഒരു വണ്ടിക്ക് ഒരു 4 ലക്ഷം രൂപ അടുത്ത് വണ്ടി വില കൂട്ടി ആയി കാണും. വണ്ടി വില കൂട്ടി വണ്ടിയുടെ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഡൗട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ 30 രൂപയ്ക്ക് വേണ്ടി ഇത്രയും കോപ്രായം കാട്ടേണ്ട കാര്യമുണ്ടോ? നമ്മൾ കള്ളും കഞ്ചാവും വലിക്കണല്ലോ, വണ്ടിയിലല്ലേ പണിയുള്ളൂ. അതെ, നമുക്ക് വണ്ടി പുടക്കിയ സാധനം അവിടെ കിടന്നുള്ളൂ. 30 രൂപ നമ്മുടെ ഒരു ക്രേസ് ഇതാണ് അല്ലേ? പറയണവര് പറഞ്ഞോളൂ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത്രയും ചെറിയ രീതിയിൽ ബേസിക് ആയിട്ട് രീതിയിൽ വണ്ടി പണിതപ്പം എന്നെ ഒരുമാതിരി തീരെ കളിയാക്കായിരുന്നു. അപ്പൊ ഇത്രയും ഡെക്കറേഷനിലൊക്കെ ഈ വണ്ടി ഇത്രയും പണിതിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് 2010 തുടങ്ങി വണ്ടിയുണ്ട്. 2007 മുതൽ വണ്ടിയുണ്ട്. അതിനു മുമ്പ് ബജാജ് ഉണ്ടായി. അന്ന് അത്ര ഇല്ലെങ്കിലും ഇതിന്റെ അത്രയൊന്നും ഇല്ലെങ്കിലും എന്നാലും വണ്ടി തന്നെയായിരുന്നു. ഐഡന്റിറ്റി ആണ് അല്ലേ? ഇത് ആപ്പേ പിയാജിയുടെ ആപ്പയാന്ന് പറഞ്ഞാൽ പോലും പക്ഷെ അതിനൊരു പ്രത്യേക ഒരു വെറൈറ്റിയാ. പിന്നല്ലാണ്ട്. ഓക്കെ. പിന്നെ ഒരു കാര്യം, എന്തുകൊണ്ട് ഈ ആപ്പ് എടുത്ത് മഹേന്ദ്രയുടെ വണ്ടി ആൽഫിയോ അല്ലെങ്കിൽ അതുലോ ഒന്നും എടുത്തില്ല? നമുക്ക് മെക്കാനിക്കും എല്ലാം കൊണ്ട് പറ്റിയ വണ്ടി എടുക്കണം. ഇപ്പോൾ നമ്മൾ വണ്ടി പലതുണ്ടാവും, കുറഞ്ഞ പൈസ കുറേ വണ്ടികൾ കിട്ടും. പക്ഷെ നമുക്ക് അതിന്റെ പുറകെ മെക്കാനിക്കും അതിന്റെ കാര്യങ്ങൾക്കായിട്ട് നടക്കാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി കിടക്കുമ്പോൾ വണ്ടി നന്നാക്കാൻ പറ്റൂല എന്ന് പറയണത് അത് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കേസാണ്. ആപ്പയാകുമ്പോൾ ഏത് സ്ഥലത്ത് നിന്നാലും നന്നാക്കാൻ പറ്റും, നന്നാക്കി എടുക്കാൻ പറ്റും. വഴി കിടന്നാലും നന്നാക്കാൻ ആളുണ്ട്. നമ്മ മെയിൻറ്റെയിൻ ചെയ്ത് മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ധൈര്യപ്പെട്ട് എവിടെ വേണമെങ്കിലും പോകാം. ഓക്കെ. അപ്പം സത്യം പറഞ്ഞാൽ ഒരു എറണാകുളം കട്ട രീതിയിൽ, അതായത് അടിപൊളിയായിട്ട് പക്ക എറണാകുളം സ്റ്റൈലിൽ പണിതൊരു അടിപൊളി കീർത്തനം എന്ന് പറഞ്ഞ വണ്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഓക്കല് നോക്കിയേ, എന്നെ കിട്ടിയാ നോക്കിയേ. അയ്യോ, സൗണ്ട് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ കേട്ടോ, ഓക്കലും ഇടിയും ഉയ്യോ ഒരു രക്ഷയില്ല, അന്യായ സാധനം കണ്ടോ. അപ്പോൾ ഈ ഇന്ന് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഏത് വണ്ടിയാണ് അടുത്ത വീഡിയോ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ കാണാം.